കരിമ്പട്ടികയിൽപ്പെട്ട സോഫ്റ്റ്വെയർ കമ്പനി MKCL-ന് 10 ലക്ഷം യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളുടെ ഡേറ്റ കൈമാറിയതിൽ പരാതികൾ ഉയർന്നിട്ടും സർക്കാർ പിന്നോട്ട് പോകുന്നില്ല. സർവകലാശാലകളിൽ ഈ സ്പ്രിംഗ്ലർ മോഡൽ ഡേറ്റ തട്ടിപ്പ് നടന്നിട്ടും പ്രതിപക്ഷവും മൗനം തുടരുകയാണ്. അതേസമയം സർക്കാർ നടപടിയിൽ പ്രതിഷേധം ABVP ശക്തമാക്കുകയാണ്. യൂണിവേഴ്സിറ്റികൾ കേന്ദ്രീകരിച്ചാണ് രശ്മി കാർത്തിക ചേരുന്ന വിവരങ്ങളുമായി. രശ്മി, എങ്ങനെയാണ് ABVP ഇതിനെതിരെ പ്രതിഷേധിക്കുന്നത്? ABVPയുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. വീണ, ഇതുമായി ബന്ധപ്പെട്ട നടപടി ഉടൻ കൈക്കൊള്ളണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് കഴിഞ്ഞ ദിവസം ABVP പരാതി നൽകിയിട്ടുണ്ട്. ഈ തീരുമാനത്തിൽ നിന്നും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പിന്നോട്ട് പോയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി രംഗത്തെത്തും എന്നുകൂടി ABVP അറിയിച്ചിരിക്കുകയാണ്. ഈ 4 വർഷ ബിരുദ കോഴ്സുമായി ബന്ധപ്പെട്ടാണ് ഈ കേറിപ്പ് എന്ന സോഫ്റ്റ്വെയറിന് രൂപം നൽകുന്നത്. ഈ കേറിപ്പ് സോഫ്റ്റ്വെയറിന് രൂപം നൽകുന്ന കമ്പനിയാണ് ഇത്തരത്തിൽ MKCL എന്നുള്ള കമ്പനി, മഹാരാഷ്ട്ര നോളജ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നുള്ള കമ്പനി. ഈ കമ്പനി നേരത്തെ തന്നെ കരിമ്പട്ടികയിൽ ഉൾപ്പെട്ട കമ്പനിയാണ് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അതായത് മഹാരാഷ്ട്രയിൽ ഉൾപ്പെടെ നാഗ്പൂർ യൂണിവേഴ്സിറ്റിയിൽ ഉൾപ്പെടെ ഈ മാർക്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട ക്രമക്കേടിന് കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയ കമ്പനിയാണ് ഈ MKCL എന്ന കമ്പനി. ഈ കമ്പനിക്കാണ് ഇത്തരത്തിൽ കേറിപ്പ് സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുടെ ചുമതല നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഉയരുന്ന ഒരു ആക്ഷേപം. ഏതാണ്ട് 10 ലക്ഷത്തോളം വിദ്യാർത്ഥികളുടെ വ്യക്തിഗത വിവരങ്ങൾ, പേഴ്സണൽ ആയിട്ടുള്ള എല്ലാ വിവരങ്ങളും ഈ കമ്പനിക്ക് ഈ സോഫ്റ്റ്വെയർ വഴി സോഫ്റ്റ്വെയറിനെ കൈമാറുകയാണ്. അത് വലിയ രീതിയിലുള്ള ഒരു ക്രമക്കേടാണ്. ഈ കരിമ്പട്ടികയിൽ ഉൾപ്പെട്ട കമ്പനിക്ക് ഇത്തരത്തിലുള്ള വ്യക്തിഗത വിവരങ്ങൾ കൈമാറുന്നത് വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകും എന്നുള്ളതാണ് ABVP ഉൾപ്പെടെ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം. മാത്രമല്ല, ഇത്രത്തോളം വിവരങ്ങൾ ഈ 4 വർഷ ബിരുദവുമായി ബന്ധപ്പെട്ടാണ്. അതായത് എല്ലാ സർവകലാശാലകളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക, വിദ്യാർത്ഥികളുടെ പ്രവേശനം മുതൽ അവർക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത് വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഈ സോഫ്റ്റ്വെയറിന്റെ ഭാഗമായിട്ടായിരിക്കും. ഇത് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്നുള്ളതാണ് നിലവിൽ ഉയർന്നു വരുന്ന ആരോപണം. അതോടൊപ്പം തന്നെ ഈ കമ്പനി ടെൻഡറിൽ പങ്കെടുത്തില്ല എന്നുകൂടി എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. സർക്കാരിന്റെ തന്നെ CDT-നെയും അതോടൊപ്പം തന്നെ ചെന്നൈ IIT ഒക്കെ മറികടന്നുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു കമ്പനിക്ക്, അതായത് MKCL എന്നുള്ള ഈ ഒരു മഹാരാഷ്ട്ര നോളജ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നുള്ള കമ്പനിക്ക് ടെൻഡർ നൽകിയത്. ചട്ടങ്ങൾ പാലിക്കാതെയാണ് ഈ ടെൻഡർ നൽകിയിരിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഗവർണർക്ക് ABVP പരാതി നൽകിയിട്ടുണ്ട്. സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ അടക്കം രംഗത്ത് എത്തിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇതിൽ നിന്നും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പിന്നോട്ട് പോയില്ലെങ്കിൽ ഉണ്ടാകും എന്നുള്ളതാണ് ABVP അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ അറിയിച്ചിരിക്കുന്നത്. വീണ, ഓക്കെ, ശരി രശ്മി.